ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മോർ ടെക് കമ്മ്യൂണിറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് Ps5 ഒരു കിടുക്കാച്ചി വെബ് ഷൂട്ടറാണ്. ഇത് ഫുള്ളി മെറ്റൽ കൊണ്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് അടിക്കാൻ നമുക്ക് നേരെ വർക്കിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വെബ് ഷൂട്ടർ ഉണ്ടാക്കാനുള്ള ടെംപ്ലേറ്റ്. ഇത് നമ്മൾ ഗൂഗിൾ നോക്കി മാർക്ക് ചെയ്താണ്. പിന്നെ നമ്മളോട് കാർബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഫോഗിൻ്റെ സ്പ്രേ ക്യാൻ. ഇത് വെച്ചാണ് നമ്മൾ വെബ് ഷൂട്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് നിവർത്ത് എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബേസാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് എടുത്ത് നേരെ നമ്മുടെ മെറ്റലിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വീഡിയോ കാണിക്കുന്നവർ നമ്മൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ടെംപ്ലേറ്റ് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ ഇതുപോലെ തന്നെ മെറ്റലിൽ വെക്കുക. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് ഫോൾഡും കൂടി ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കണം അതുപോലത്തെ. പിന്നെ നമ്മൾ ഈ രണ്ട് ഷേപ്പ് ഇതുപോലെ ആക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇത് ഓഫ് ക്യാമറയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷേപ്പാണ്. ഇത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഉണ്ടായിരിക്കുന്ന രണ്ട് ഷേപ്പുകൾ വീഡിയോ കാണിക്കുന്ന ആ പാർട്ട് വെച്ച് നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മളത് തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ചുമല നിറം അടിച്ചിരിക്കുന്ന ആ ഒരു പാർട്ടാണ് നമ്മൾ മുമ്പേ ഉണ്ടാക്കിയിരുന്ന ആ ഒരു രണ്ട് ഷേപ്പുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആകാശത്തോടെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന രീതിയിൽ നമ്മൾ കമ്പി ജസ്റ്റ് വെച്ച് ജോയിൻ്റ് ചെയ്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഫുള്ളി നമ്മൾ ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ടെംപ്ലേറ്റിനകത്ത് ഇല്ലാത്ത രണ്ട് ഷേപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് നമ്മൾ നമ്മുടെ മുമ്പ് ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഷേപ്പിൻ്റെ അടിവശത്തായിട്ട് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സാധനം അടയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു എൻഡ് വന്ന് അവിടെ മുട്ടണം. ഓക്കെ, പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീം സ്റ്റിക്കിലെ ഒരു സ്പ്രിങ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ലൊക്കേഷനും നമ്മൾ വേറെ വീഡിയോയ്ക്കകത്ത്, അതായത് നമ്മൾ ഹോം കമ്മി സ്പൈഡർമാൻ്റെ വെബ് ഷൂട്ടർ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി കാണാം. ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ആ ഒരു സ്പ്രിങ് നമ്മൾ ബേസിൽ, നമ്മുടെ വെബ് ഷൂട്ടിൻ്റെ ബേസിൽ ഒട്ടിച്ചിട്ട് അവിടെ നൂലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ നൂല് ഒന്ന് വലിച്ചു കഴിയുമ്പോഴത്തേനും അത് താഴ്ന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പേപ്പറിൻ്റെ റോള് എടുത്തിട്ട് ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിലൂടെയാണ് നമ്മുടെ ബുള്ളറ്റ് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് നമ്മുടെ സ്പ്രിങ്ങിൽ, അതായത് ആ ഒരു ഗ്യാപ്പില്ലേ ചതുരത്തിൽ, ആ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിൽ നമ്മൾ സ്പ്രിങ് ൻ്റെ അടുത്തായിട്ട് ഒട്ടിച്ച് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ബുള്ളറ്റ് ലോക്ക് ആവുന്ന ആ ഒരു പാർട്ട്. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലൊരു സ്ട്രാഫും കൂടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ബ്ലാക്ക് നിറം ഇച്ചിരി ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ത്രെഡ് സേവ് ചെയ്യാനുള്ള ഒരു കേസ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതും ടെംപ്ലേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ നേരെ മെറ്റീരിയൽ വെക്കുക. അതും നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പീസ് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, അത്ഭുതകരമായി നമ്മുടെ വെബ് ഷൂട്ടറിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. നമ്മുടെ ബുള്ളറ്റ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ത്രെഡ് സേവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് പൊക്കിയിട്ട് ത്രെഡിൻ്റെ കേസ് അവിടെ കയറ്റി വെച്ച് അടയ്ക്കാനൊക്കെ ഉള്ള പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്റ്റാഫ് ഒട്ടിച്ചിരിക്കുന്ന രീതി. ഒട്ടിക്കുകയും ചെയ്തത് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് ജോയിൻറ്റും കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ കാണുന്ന വെളുത്ത പോയിൻറ്റ്. ഫ്രണ്ട്സ്, പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ തന്നെ വെബ് ഷൂട്ടർ ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ സ്പ്രിങ് എടുത്തിട്ട് നേരെ നമ്മളൊരു പേപ്പർ റോളിലേക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഹോം കമ്മി സ്പൈഡർമാൻ ഞാൻ വീഡിയോ മറക്കല്ലേ, അതിനകത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ആ ഒരു സ്പ്രിങ്ങിലേക്ക് ഒരു നൂല് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഹോളിലേക്ക് എടുത്ത് ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു നൂല് നമ്മുടെ ഒരു വിരളിൻ്റെ കനത്തിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മുടെ ആ ഒരു ഉണ്ടാക്കി വെച്ചിരുന്ന കേസ് നമ്മൾ തന്നെ ബ്ലാക്കൊക്കെ നിറം അടിച്ച് സെറ്റാക്കിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിത് പൊക്കുക, എന്നിട്ട് ഇത് ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ് ഷൂട്ടെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കതിനെ ടെസ്റ്റ് അടിക്കാം.
പിന്നെ ഫ്രണ്ട്സ് ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ അതിനെല്ലാം റിപ്ലൈ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ 1 More Tech 190 എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.